എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുട്ടികളുടെയും വലിയവരുടെയും എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള സ്നിക്കേഴ്സിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ സ്നിക്കേഴ്സ് കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ഒരു സെയിം ടേസ്റ്റിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് വീട്ടിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഒരു പെർഫെക്റ്റ് ടേസ്റ്റിൽ തന്നെ സ്നിക്കേഴ്സ് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് സ്നിക്കേഴ്സിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നിലക്കടലയാണ്. ടോട്ടലും നമുക്കിതിലേക്ക് 350 ഗ്രാം വറുത്ത നിലക്കടലാണ് കേട്ടോ വേണ്ടത്. വറുത്തിട്ടുള്ള നിലക്കടല തന്നെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 350 ഗ്രാം വറുത്ത നിലക്കടല ഇതുപോലെ 2 പാത്രത്തിലായിട്ട് ഞാനൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 200 ഗ്രാം അളവിൽ നിലക്കടലയാണ് കേട്ടോ വേണ്ടത്. ഇത് 150 ഗ്രാമോളം നിലക്കടലയാണ്. ഇത് നമുക്ക് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. നിലക്കടല നമ്മൾ ഓരോന്നും മുഴുവനായിട്ട് ഇടാതെ ഇതുപോലെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വേണം ഇടാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന ഒരു 200 ഗ്രാം നിലക്കടലയാണ്. ഏതൊരു കട്ടിംഗ് ബോർഡിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കത്തി വെച്ച് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് എടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ വേണം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഒരു കട്ടിംഗ് ബോർഡിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 200 ഗ്രാം നിലക്കടലയും ഞാൻ ചെറിയ ചെറിയ പീസാക്കി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര പൊടിച്ചതാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ പീനട്ട് ബട്ടർ ആണ്. പീനട്ട് ബട്ടർ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കും, അല്ലെങ്കിൽ നിലക്കടല ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ചെയ്തിട്ടെടുത്താലും മതി. വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കട്ടിക്ക് തന്നെ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കൂടാതെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ തേൻ ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ, അൺസാൾട്ടഡ് ബട്ടറാണ്. അൺസാൾട്ടഡ് ബട്ടർ ഇതുപോലെ മെൽറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഉപ്പാണ്. നമ്മൾ സ്നിക്കേഴ്സ് കഴിക്കുന്ന ഒരു സമയത്ത് ചെറിയൊരു ഉപ്പ് രസം ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ഉപ്പ് രസത്തിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ വേണ്ട, 1/2 ടീസ്പൂണിലും താഴെ ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ആദ്യം നമ്മൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ചെറിയൊരു ബലം പോലെ ഉണ്ടെങ്കിലും പിന്നീട് നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും സ്മൂത്തായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നല്ല പോലെ തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്നത് ഇതുപോലെ സ്ക്വയർ ഷേപ്പിലുള്ള ഈ ഒരു വലിപ്പമുള്ള 2 പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ്. ഈ ഒരു പാത്രത്തിലേക്ക് ഞാനൊരു ബട്ടർ പേപ്പറും കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതിയോളം തന്നെ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിലോ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡിലും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ചെറിയൊരു ഫോഴ്സിൽ തന്നെ നമുക്ക് ഇതിൽ നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കാം. ഇത് നല്ല പോലെ തന്നെ ഉറച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയൊരു ഫോഴ്സിൽ തന്നെ ഇതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് ലെവലാക്കി എടുക്കുകയാണ്. നമ്മളിത് ചെയ്തിട്ടെടുക്കുമ്പോൾ ഈ ഒരു ബാറിൻ്റെ കട്ടി ഒരിക്കലും കൂടിപ്പോവരുത്. അതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ 2 പാത്രത്തിലായിട്ട് ഞാൻ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 2 പാത്രത്തിൻ്റെയും മുകളിലായിട്ട് നമ്മളൊരു 150 ഗ്രാമോളം നിലക്കടലൊന്ന് മാറ്റി വെച്ചിരുന്നില്ലേ. അപ്പോൾ 150 ഗ്രാമോളം വറുത്തെടുത്ത് നിലക്കടല തന്നെ നമുക്ക് ഈ ഒരു 2 പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് വെതറി ഒന്ന് ഇട്ട് കൊടുക്കുക. നിലക്കടല നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പാച്ചിലോ സ്പൂണോ വെച്ചിട്ട് ഇതുപോലെ പതിയൊന്ന് അമർത്തി കൊടുക്കുക. ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ നിലക്കടല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇനി ഒരു കാരമൽ റെഡിയാക്കാനായിട്ട് ഇതുപോലെ ഒരു പാനിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ പഞ്ചസാര ഇതുപോലെ ഒന്ന് വെതറി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ പറയുന്ന ഒരു കപ്പിൻ്റെ അളവ് 1 കപ്പ് എന്ന് പറയുന്നത് 250 ml കപ്പാണ്. പാനിൽ നമ്മൾ ഇതുപോലെ ഒന്ന് വെതറി വേണം പഞ്ചസാര ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് പഞ്ചസാര നമുക്കൊന്ന് ഉരുക്കിയിട്ട് എടുക്കാം. ആദ്യമേ തന്നെ നമ്മൾ പഞ്ചസാര ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഇട്ടൊരു മീഡിയം ഫ്ലെയിമിൽ നമ്മളൊന്ന് വെച്ച് കൊടുത്താൽ മതി. പഞ്ചസാര നമ്മൾ ഉരുക്കിയെടുക്കുന്ന സമയത്ത് അത് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്നിക്കേഴ്സ് കഴിക്കുന്ന സമയത്ത് അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടുത്ത് തന്നെ നിൽക്കുക. പെട്ടെന്ന് തന്നെ നമുക്കിത് ഉരുക്കി കിട്ടും. ഇതിപ്പോൾ കണ്ടില്ല, ഇതുപോലെ ഉരുക്കി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇളക്കി കൊടുത്തിട്ട് തന്നെ നമുക്ക് ഒരു പഞ്ചസാര മുഴുവനും ഒന്ന് അലിയിച്ചിട്ടെടുക്കണം. നമ്മൾ ഇളക്കി കൊടുക്കുന്ന ഒരു സമയം മുതൽ പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് പഞ്ചസാര മുഴുവനും ഞാൻ ഇതുപോലെ അലിയിച്ചെടുത്തിട്ടുണ്ട്.
ഇതുപോലെ പഞ്ചസാര എല്ലാം ഉരുകി വരാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ അളവിൽ അൺസാൾട്ടഡ് ബട്ടറാണ്. ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. തീ നല്ലപോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തേക്കണം ഈ ഒരു സമയത്തൊക്കെ. ബട്ടർ നന്നായിട്ട് മെൽറ്റായിട്ട് വരുമ്പോഴത്തേക്കും ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് അളവിൽ ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ക്രീം ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് ചെറിയതായിട്ടൊന്ന് തിക്കാക്കി എടുക്കണം. അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം. ഒരുപാട് ലൂസായിട്ട് ഇരിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഒരുപാട് ലൂസായിട്ട് ഇരുന്നാൽ ഇത് ഉറച്ചും കിട്ടത്തില്ല, നമുക്കത് കട്ട് ചെയ്തിട്ട് എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. ചെറിയൊരു തിക്കായിട്ടിരിക്കുന്ന രീതിക്ക് തന്നെ വേണം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. തീ കുറച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റോളം തന്നെ നമുക്കിതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, കുറച്ച് നമുക്കൊന്ന് തിക്കായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം. ഈ ഒരു പരുവായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തേക്കുക. എന്നിട്ട് ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ഈ ഒരു പാത്രത്തിലേക്ക് ഞാനൊരു ഫുള്ളായിട്ടൊന്ന് കവറാകുന്ന രീതിയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ തന്നെ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ കാരമൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു 2 പാത്രവും ഞാൻ ഫ്രിഡ്ജിലേക്ക് ഒന്ന് എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. ഫ്രിഡ്ജിൽ നമ്മളൊരു 1/2 മണിക്കൂറൊക്കെ വെച്ചാൽ ഇതൊന്ന് നമുക്ക് സെറ്റായി കിട്ടത്തുള്ളൂ. നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കണ്ടല്ലേ. അപ്പോൾ ആ ഒരു പാകത്തിൽ നിന്ന് സെറ്റായി കിട്ടണമെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വേണം ഇത് എടുത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു പ്രത്യേക കാര്യമുള്ളത്, ഫ്രിഡ്ജിൻ്റെ ഒരു കൂളിംഗ് അനുസരിച്ച് അത് സെറ്റായിട്ട് വരുന്ന ഒരു സമയം കൂടിയോ കുറഞ്ഞൊന്നും ഇരിക്കാം. ഇതിപ്പോൾ ഒരു 1/2 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് പുറത്തേക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ നേരെ എടുത്തിട്ട് ഇതുപോലെ പെട്ടെന്ന് തന്നെ വേണം കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. കട്ട് ചെയ്തതിന് ശേഷം നമ്മളിത് ഫ്രിഡ്ജിലേക്ക് തന്നെ എടുത്ത് വെക്കുക കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഇത് കവർ ചെയ്തിട്ട് എടുക്കാനുള്ള ഒരു ചോക്ലേറ്റ് ഒന്ന് റെഡിയാക്കി എടുത്താൽ മാത്രം മതി. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 350 ഗ്രാമോളം മിൽക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. കട്ട് ചെയ്തിട്ട് നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കേണ്ടതാണ്. ഇതുപോലൊരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം ഡബിൾ ബോയിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ. നമ്മൾ ഇതുപോലൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വേണം ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ഈ ഒരു പാത്രം നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു പാത്രത്തിലുള്ള ഈ ഒരു വെള്ളം നമ്മൾ ചോക്ലേറ്റ് വെച്ചിരിക്കുന്ന ഈ ഒരു പാത്രത്തിൽ ഒട്ടും തന്നെ മുട്ടരുത്. ആ ഒരു വെള്ളം ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ചോക്ലേറ്റ് നല്ല പോലെ തന്നെ നമുക്കൊന്ന് മെൽറ്റായി കിട്ടും. അപ്പോൾ ചോക്ലേറ്റ് ഇവിടെ ഫുള്ളായിട്ട് തന്നെ ഒന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ചോക്ലേറ്റ് നമുക്ക് ഫുള്ളായി ഇതുപോലെ മെൽറ്റായി കിട്ടിയാലും ഇതൊരു കുറച്ചൊരു തിക്കായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ചൊരു ലൂസ് പരുവത്തിന് ഇരുന്നാലേ നമുക്കിത് നല്ല പോലെ തന്നെ ഒന്ന് മുക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് കുറച്ചൊന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പാത്രത്തിൽ നിന്ന് വെളിയിലേക്ക് എടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂണോ ഫോർക്കോ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. നല്ല പോലെ തന്നെ അടിച്ചടിച്ച് കൊടുത്ത് ആ ഒരു ചോക്ലേറ്റ് ചെറിയൊരു ലൂസ് പരുവത്തിന് നമ്മളൊന്ന് കൊണ്ടുവരണം. എങ്കിലും നമുക്കിത് മുക്കിയൊന്ന് എടുക്കാനൊക്കെ പറ്റത്തുള്ളൂ. ഇതുപോലെ നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒഴിച്ച് നോക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഒഴുകി പോകുന്ന ആ ഒരു പരുവായിരിക്കണം കേട്ടോ ചോക്ലേറ്റ്. എങ്കിൽ മാത്രമേ നമുക്കിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബാറെല്ലാം ഓരോന്നായിട്ട് ഇതുപോലെ എടുത്തിട്ട് ഈ ഒരു ചോക്ലേറ്റിൽ ഇതുപോലെ മുക്കി കൊടുക്കുക. ഒരു ഫോർക്കിലോ എന്തെങ്കിലും വെച്ചിട്ട് ഈ ഒരു ബാർ ഇതിലേക്ക് മുക്കിയതിന് ശേഷം ഇതുപോലെ നമ്മളൊന്ന് കുടഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ അവർ ഇതുപോലെ കുടഞ്ഞ് ഏകദേശം ഒരു ഷേപ്പ് കിട്ടിയതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഒരു ബട്ടർ പേപ്പറിലേക്ക് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ തന്നെ നമുക്ക് ഓരോന്ന് ഈ ഒരു ചോക്ലേറ്റിലൊന്ന് മുക്കിയിട്ടെടുക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് ഫുൾ ആ ഒരു മെഷീനിലല്ല ചെയ്തിട്ട് വരുന്നത്. ഇതുപോലെ നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ ഷേപ്പിലൊക്കെ ചെറിയൊരു വ്യത്യാസം വന്നാലും കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റ് നല്ല പക്ക കറക്റ്റ് ടേസ്റ്റാണ് കേട്ടോ. 1-2 എണ്ണം മുക്കിയതിന് ശേഷം അതൊന്ന് ഉറച്ചു പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ സ്നിക്കേഴ്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ചെറിയൊരു ഡിസൈൻ പോലെ ഇല്ലേ, ആ ഒരു പെർഫെക്റ്റ് ഡിസൈൻ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റില്ലെങ്കിലും ചെറിയൊരു ഡിസൈൻ പോലെ കൊടുക്കാനായിട്ട് ഏതുള്ളൊരു ഫോർക്കോ വെല്ലം വെച്ചിട്ട് ജസ്റ്റ് അതിലൊന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് മുകളിലേക്ക് പൊക്കിയിട്ട് വീണ്ടും അടുത്തതിലൊന്ന് പ്രസ് ചെയ്യുക. വീണ്ടും ഒന്ന് പൊക്കി അടുത്തതിലൊന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ചെറിയൊരു ഷേപ്പ് പോലെ നമുക്ക് കിട്ടും. ഈ ഒരു ഷേപ്പ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ചോക്ലേറ്റ് ഉറക്കുന്നതിന് മുമ്പ് വേണം കേട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം തന്നെ നമുക്ക് ഒരു ചോക്ലേറ്റിൽ ഇതുപോലെ ഒന്ന് മുക്കിയിട്ടെടുക്കാം. ഇതുപോലെ ചോക്ലേറ്റിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് തന്നെ എടുത്ത് വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 1/4 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല പോലെ തന്നെ നമുക്കിത് സെറ്റായി കിട്ടും. അപ്പോൾ ഒരു 3/4 മണിക്കൂറിന് ശേഷം ഞാനിത് വെളിയിലേക്ക് എടുക്കുകയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിതിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കാണുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡിലെല്ലാം കുറച്ച് ചോക്ലേറ്റ് ഒലിച്ചിറങ്ങിയിട്ടില്ലേ,
അത് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തൊന്ന് ഷേപ്പാക്കി കൊടുക്കാം. ഇതുപോലെ ഇത് കണ്ടില്ല, ഇതുപോലെ ഒരു സൈഡെല്ലാം കട്ട് ചെയ്തൊന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഒരു ബാക്കി ചോക്ലേറ്റ് ഫുള്ളൊന്ന് ഒരു സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. എല്ലാം തന്നെ കട്ട് ചെയ്ത് ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇത് ഞാനൊന്ന് കട്ട് ചെയ്തും കൂടി കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടെടുത്ത ഒരു സ്നിക്കേഴ്സ്. ഇനി ഞാനൊരു ഒറിജിനൽ സ്നിക്കേഴ്സ് ഒന്ന് പൊട്ടിച്ചിട്ട് അതും ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, നമ്മൾ ഉണ്ടാക്കിയതും ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതും ഒരു വ്യത്യാസവും ഇല്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റും അതുപോലെ തന്നെയാണ് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു ചേരുവകളും അളവുകളൊക്കെ കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് ചെയ്തിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലൊക്കെ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.